ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നല്ല മാർക്കറ്റൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിഫ്റ്റി അത്യാവശ്യം നല്ലൊരു ഫാളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഇപ്പം നിലവിൽ നല്ല ഫാളാണ്. ചെറിയ രീതിയിലൊക്കെ ബുള്ളിഷ് ആവാൻ തുടങ്ങിയതാണ്. ഇനി ഒരു വലിയൊരു ഫാളിന് ശേഷം ഇപ്പോൾ ഇന്ന് വീണ്ടും നല്ലൊരു നെഗറ്റീവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് ലെവൽസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തേക്കാം. ഇന്ന് എൻട്രി കൺസിഡർ ചെയ്യാൻ പോകുന്ന ഇന്നലെ മാർക്ക് ചെയ്ത ലെവലൊക്കെ മാറ്റി വയ്ക്കണം. അപ്പോൾ പുതിയതായിട്ട് ലെവൽസൊക്കെ നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് മാർക്കറ്റിൽ വന്നത്. 10 മണി ആയിരിക്കുന്ന സമയം. അപ്പോൾ അടിയിലുള്ളൊരു ലെവൽ ഏറ്റവും അടുത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. കുറച്ച് അധികം വിട്ടിട്ടാണ്. നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. നല്ല ഡിസ്റ്റൻസിലാണ്. ഇനി ഇൻറ്റേർണലായിട്ടുള്ള കുറച്ച് ലെവൽസൊക്കെ ഉണ്ട്. ഇതവിടെ 2 ലെവലുണ്ട് തൊട്ടടുത്തടുത്ത്. അപ്പോൾ അതിൽ മേലുള്ളത് കൺസിഡർ ചെയ്യണം. നമുക്ക് അടിയിൽ കൺസിഡർ ചെയ്യാം. തൊട്ടടുത്തടുത്തായതുകൊണ്ട് അടിയിൽ കൺസിഡർ ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മേലോട്ടേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഇനി ഡൗൺ സൈഡിലേക്ക് എൻട്രി, ഇപ്പോൾ പുട്ട് ഓപ്ഷനിൽ എൻട്രി നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഏരിയയിലൊക്കെ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള റേഞ്ച് താഴത്ത് പറഞ്ഞ പോലെ തന്നെ നല്ല മേലെയും അതേപോലെ നല്ല ഒരുപാട് മേലാണുള്ളത്. അപ്പോൾ അതും നമുക്ക് റെഡ് കളറിൽ കൊടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഇൻറ്റേർണൽ ലെവലാണ്. അത് ജസ്റ്റ് മാർക്ക് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നുള്ള ലെവൽസ്. ഏറ്റവും ടോപ്പിലുള്ള താഴെയുള്ളതാണ്, ഏറ്റവും താഴെയുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള ലെവൽസ്. ബാക്കി രണ്ടെണ്ണം ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ലെവലാണ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല ഏരിയസ് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 മിനിറ്റ് ഐഡിക്സും കൂടെ ഉണ്ട്. ഇന്ന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തതാണ് 5 മിനിറ്റിലുള്ളത്. അത് 5 മിനിറ്റ് ഐഡിക്സ് നെക്സ്റ്റ് മാർക്ക് ചെയ്തു. അത് 5 മിനിറ്റ് ഐഡി. ബാക്കിയൊക്കെ 50 മിനിറ്റാണ് പ്രീവിയസ് ഡേയിലുള്ളതാണ്. ഇത് മാത്രം ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു 5 മിനിറ്റിലുള്ള ഐഡിക്സ് ആണ്. ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അവിടെ ടാപ്പ് ചെയ്താൽ താഴേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. താഴെയുള്ള ലെവൽ ടാപ്പ് ചെയ്യാൻ നേരെ മേലെ പോയിട്ട് അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. എന്തായാലും ലെവൽസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 0.2% താഴേക്കാണ്. വലിയ താഴേക്കൊന്നും ബെയറിഷൊന്നും പറയാനില്ല. ഓപ്പൺ ആയത് കുറച്ച് മേലാണ്. എന്നിട്ടാണ് താഴേക്കുന്നത്. ഇനി ഈ ചാർട്ട് നമുക്ക് റെഡി ആയി വെക്കാം. സ്റ്റോക്സിൻ്റെ നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം രണ്ടും. ഇനി സ്ട്രൈക്ക് പിന്നെ ഏതൊരു ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് എൻട്രി എടുക്കുന്ന സമയത്ത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്ലാറ്റ് റൈഡും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഫുള്ള് സെറ്റാണ്. ഇനി അതിന് ഒരു ലെവൽ ടാപ്പ് ചെയ്യട്ടെ. എന്നിട്ട് എൻട്രിക്ക് വരുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് നമ്മളിട്ട് മാർക്ക് ചെയ്ത എക്സാക്ട്ലി ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിവേഴ്സൽ വരുന്നുണ്ട്. എൻട്രി ഒന്നും ഇതുവരെ കിട്ടിയില്ല. അല്ലെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് ഒരു റിവേഴ്സൽ വരുന്നേ ഉള്ളൂ. താഴെ 2 ലെവലും മേലെ 2 ലെവലാണ് ഞാൻ മാർക്ക് ചെയ്തത്. പിന്നെ 5 മിനിറ്റിൽ ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലെവലും ഏകദേശം ഈ ഒരു ഏരിയയിൽ അത് അത്രയാണ് ഇന്ന് മാർക്ക് ചെയ്ത ലെവൽസ്. അതിൽ ഇന്ന് ആദ്യമായിട്ട് ഒരു ലെവൽ ഇപ്പോൾ ടാപ്പ് ചെയ്ത് ഈ ഒരു ലെവലാണ് അടിയിലുള്ള മേലോട്ടേക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ലെവൽ. ജസ്റ്റ് ഇപ്പോൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു മൊമെൻ്റ് മേലേക്ക് വരുന്നുണ്ട്. എൻട്രി കിട്ടുമില്ല ഒന്നും അറിയില്ല. താഴേക്കാണ് ഹ്യൂജ് മൊമെൻ്റത്തിൽ ഫാള് വന്നാണ്. ഇനി മേലേക്ക് കയറുകയാണെങ്കിൽ ചിലപ്പോൾ ഇതേമാതിരി തന്നെ കയറി പോയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ എൻട്രി തന്നില്ല എന്ന് വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. എന്തായാലും നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ, ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയാണ്. പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ കുറച്ചുകൂടെ അടിയിലാണ്. ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു എൻട്രി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 150 ATM ആയിട്ടുള്ളത് 150 ആയിരിക്കും. ആ സ്ട്രൈക്ക് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഉള്ളത്. ഇനി എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. നല്ലൊരു എൻട്രി കിട്ടുന്ന വരെ. ഫുള്ള് ചാർട്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാണ്. മേലോട്ടേക്ക് നല്ലൊരു മൊമെൻ്റ് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. താഴോട്ടേക്ക് ഇത്ര സ്പീഡ് പോയതുകൊണ്ട് മേലോട്ടേക്കും ചിലപ്പം സ്പീഡിൽ ഒന്നുകൂടെ ഇല്ല. അതല്ല ഇനി ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് തന്നെ പോവുകയാണെങ്കിൽ താഴേക്ക് തന്നെ പോവുകയും ചെയ്യും. എന്തായാലും നമ്മുടെ എൻട്രി സെറ്റ് പ്രകാരം ഇനിയിപ്പോൾ ഇവിടുന്ന് മേലോട്ടേക്കാണ് ഒരു എൻട്രി ഉള്ളത്. താഴെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് മേലോട്ടേക്കാണ് ഇനി ഒരു എൻട്രി ഉള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. നോക്കട്ടെ, നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിൽ ഒരു എൻട്രി തരാതെ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്ത് അതിനുശേഷം ചെറിയൊരു മൊമെൻ്റ് മേലെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 5 മിനിറ്റിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആവുകയും ചെയ്തു. ഇനി പ്രീവിയസ് ഡേ ആ ഒരു ലെവൽ വെച്ചിട്ടുള്ള എൻട്രി കൺസിഡർ ചെയ്യുന്നില്ല. അതായത് പ്രീവിയസ് ഡേ വെച്ചിട്ടുള്ള സ്ട്രാറ്റജിയിലല്ല ഇനിയിപ്പോൾ നോക്കണം. ഇനിയിപ്പോൾ ഒരു പുതിയ ഇന്നിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയതുകൊണ്ട് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അത് പ്രകാരമുള്ള ഇന്നത്തെ എൻട്രി സെറ്റ് പ്രകാരമുള്ള ഒരു എൻട്രി ആയിരിക്കും നോക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് ടാപ്പ് ചെയ്തില്ല. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് ഒരു റിവേഴ്സൽ പോലെ കാണിക്കുകയാണ്. അത് ടാപ്പായിട്ട് പ്രോപ്പർ ഒരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ എടുക്കും.
എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും മേലേക്ക് തന്നെയാണ് നോക്കുന്നത്. ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി ഏരിയയും കാര്യങ്ങളൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്. അതും കൂടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു എൻട്രി കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്, ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് IDX നേരത്തെ മാർക്ക് ചെയ്ത് അതും ടാപ്പ് ചെയ്ത്, ടാപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്ന് പ്രോപ്പർ ഒരു പ്രൈസ് ആക്ഷനൊക്കെ ഉണ്ടാക്കി എൻട്രി സെറ്റ് വന്നപ്പെടുത്തതാണ്. ഇവിടെ കാണാൻ 23 150 കോൾ ഓപ്ഷൻ 150 ക്വാണ്ടിറ്റി. എൻട്രീൻ്റെ ടൈം ഓർഡറിൽ എല്ലാ ഡീറ്റെയിൽസും കാണാം. 169.9 എൻട്രി എടുത്തത്. ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ള എൻട്രി 11:28 11:29. അപ്പോൾ എൻട്രി എടുത്ത് അതിൽ കറക്റ്റ് 30 പോയിൻറ്റ്സിന് ടാർഗറ്റ് ഉള്ള 69 79 89 99 കറക്റ്റ് 30 പോയിൻറ്റ്സിൽ ടാർഗറ്റ് ഉണ്ട്. 6 പോയിൻറ്റ് ലെസ്സനിലും ഉണ്ട്. കറക്റ്റ് 1:5 ട്രേഡാണ്. ഇനി എത്ര മേലേക്ക് പോലും പ്രശ്നമില്ല, നമ്മൾ കറക്റ്റ് 1:5 ഇറങ്ങും. താഴേക്ക് SL അടിക്കുകയാണെങ്കിൽ SL അടിക്കും. അതെല്ലാം മേലെ പോവുകയാണെങ്കിൽ നല്ലൊരു വിക്കൊക്കെ താഴേക്കൊരു ആൾ വന്നിട്ട് SL അടിച്ചോ അറിയില്ല. അത് ആ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു. 960 രൂപ, 900 രൂപയാണ് SL, 60 രൂപ സ്ലിപ്പേജ് വന്നാണ്. 11:28 എടുത്ത് 29 ഒരു മിനിറ്റ് തികച്ചില്ല, 31:26 ആയിട്ടുള്ളൂ. ഒരു മിനിറ്റ് തികച്ചില്ല, അതിനുള്ളിൽ SL അടിച്ച്. കുഴപ്പമില്ല, ഇത് നമ്മളെ റെക്കോർഡൊന്നും ബ്രേക്ക് ചെയ്തില്ല. 10 സെക്കൻഡിലാണ് അതിന് SL അടിച്ച് നമ്മളെ റെക്കോർഡുള്ളത്. അതിൽ ഒരു മിനിറ്റിൻ്റെ അടുത്ത് ടൈം എടുത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ട്രേഡ് SL ആണ്. ഇനി പുതിയൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കിയൊക്കെ. പുതിയ ഏതെങ്കിലും ഹയർ ടൈം ഫ്രെയിം ലെവലും ഹയർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റോ 15 മിനിറ്റോ പുതിയ IDX ഒക്കെ ടാപ്പ് ചെയ്യട്ടെ. എന്നിട്ട് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം. എന്തായാലും സമയം 11:30 ആയിട്ടുള്ളൂ. കുറേ സമയമുണ്ട്, നമുക്ക് നോക്കാം. ഏതെങ്കിലുമൊക്കെ ലെവൽ ടാപ്പ് ചെയ്യട്ടെ. ഓക്കെ, ആ ഒരു ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുത്തത് SL അടിച്ചതിന് ശേഷം ഹ്യൂജ് മൊമെൻ്റാണ് വന്നത്. അതായത് താഴത്ത് ഒരു 50 മിനിറ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് അതിന് ശേഷം 5 മിനിറ്റ് ലിക്വിഡിറ്റി ഉണ്ടാക്കി അതും ടാപ്പ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ഹ്യൂജ് മൊമെൻ്റാണ് വന്നത്. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടിപ്പിലാണ് SL അടിച്ച് പോയത്. SL അടിച്ചത് 11:29 163.5 നമ്മൾ SL അടിച്ചത്. ഇപ്പോൾ 11:29 ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിലാണ് നമ്മൾ SL അടിച്ചത്. ഏറ്റവും ടിപ്പിൽ അടിയിലുള്ളൊരു ക്യാൻഡിൽ. അത് ആ ക്യാൻഡിൽ ലോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം 163.05 ആണ്. എൻ്റെ SL അടിച്ചത് 163.5. അതായത് ഒരു രൂപ പോലും താഴത്തേക്കില്ല, അത്രയും ടിപ്പിലാണ് SL അടിച്ചത്. 0.45 ഉണ്ടാവുള്ളൂ, അത്രയും ടിപ്പിലാണ് SL അടിച്ചിട്ട് അത്രയും വലിയ ഹ്യൂജ് മൗണ്ട് വരെ ചെയ്ത്. ഇതിപ്പോൾ SL അടിച്ചില്ലെങ്കിൽ ടാർഗറ്റ് എന്തായാലും 30 കിട്ടുള്ളൂ. 30 ഞാൻ ടാർഗറ്റ് വെച്ചത്. പക്ഷെ അതടിക്കാണ്ടാണ് SL അടിച്ചിട്ടാണ് ടാർഗറ്റിലേക്ക് ഇത്രയും വലിയ മൗണ്ട് വന്നത്. അത് നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ട്രേഡിങ്ങിൽ സർവ്വസാധാരണമായ വിഷയമാണ്. എന്തായാലും വല്ലാത്തൊരു പോക്കാണ് പോയത്. ഇന്ന് രാവിലെ ഇതേമാതിരി താഴേക്ക് വന്ന ഹ്യൂജ് മൊമെൻ്റത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ എൻട്രി കിട്ടിയില്ല. എൻട്രിക്ക് വേണ്ടി നോക്കിയിരുന്ന് വീഡിയോ എടുക്കാനും ഇതിനൊക്കെ പാടെ നോക്കിയിരുന്നിട്ട് ആ എൻട്രി മിസ്സായി പോയതാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ട്രേഡിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ടാർഗറ്റ് അടിക്കുന്ന ദിവസം ഉണ്ടാവും, ഇങ്ങനത്തെ ദിവസങ്ങളുണ്ടാവും. ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഇമോഷൻ കൺട്രോളിൽ പിടിച്ചിരിക്കുന്നതാണ് ഏറ്റവും മെയിനായിട്ടുള്ള വിഷയം. ഇതിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവറോൾ പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയുള്ളൂ. ശരിക്കും ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ട്രേഡൊക്കെ മിസ്സാവുക പറഞ്ഞാൽ ഒരു ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ താഴത്തേക്ക് നല്ല ഹ്യൂജ് മൊമെൻ്റ് വന്ന് അതിനുശേഷം മേലേക്ക് ഇപ്പോൾ വലിയൊരു ഹ്യൂജ് മൊമെൻ്റ് വരുന്ന, അപ്പോൾ അങ്ങനത്തെ ഹ്യൂജ് മൊമെൻ്റ് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാതിരിക്കുക പറഞ്ഞാൽ ശരിക്കും ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്താണ് നമ്മൾ ശരിക്കും ഇമോഷൻ കൺട്രോൾ ചെയ്ത് ഓവർ ട്രേഡിലേക്ക് ഇതിലൊന്നും പോകാണ്ട് നമ്മൾ സെറ്റപ്പിനോട് നീതി പുലർത്തി സെറ്റപ്പിൽ കോൺഫിഡൻറ്റോടുകൂടി സെറ്റപ്പ് വിശ്വസിച്ചിട്ട് അതിനനുസരിച്ചുള്ള ട്രേഡ്സ് മാത്രം എടുക്കുന്ന രീതിയിൽ കൺഫൈൻ ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, എന്തായാലും മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഇതുമില്ലാണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് IDX മേലുള്ള ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ താഴേക്ക് ഒരു എൻട്രി നോക്കാം, നോക്കി നോക്കാം. നല്ലൊരു 5 മിനിറ്റ് IDX ആണ് മേലെ ടാപ്പ് ചെയ്തത്. താഴെ മേലുള്ള ലിക്വിഡിറ്റി ഫസ്റ്റ് താഴെയുള്ള ലിക്വിഡിറ്റി എടുത്ത് പിന്നെ നേരെ മേലേക്ക് വന്ന് മേലുള്ള ലിക്വിഡിറ്റി എടുത്ത് അപ്പോൾ നല്ല പോക്ക് തന്നെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നോക്കാം, നമുക്ക് പുതിയൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ വേറെ എൻട്രി ഒന്നും കിട്ടിയില്ല. നേരത്തെ എടുത്ത ഒരു SL അടിച്ച ട്രേഡ് മാത്രമേ ഉള്ളൂ. അതിൽ താഴെ നമ്മൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് 5 മിനിറ്റിൽ പുതിയതുണ്ടാക്കി അതും ടാപ്പ് ചെയ്ത് പറന്ന് കയറി. മേലെ നമ്മൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കുത്തനെ താഴേക്ക് ഇറങ്ങി വന്ന് അതിൽ താഴ്ന്ന് മേലോട്ടേക്കുള്ള ഒരു എൻട്രി എടുക്കുക ചെയ്തതിന് അത്രയും ടിപ്പിൽ SL അടിച്ച് പോവുകയും ചെയ്ത്. മേലെ നിന്ന് ഉള്ളത് പിന്നെ നമുക്ക് എൻട്രി കിട്ടിയില്ല, അതിലൊന്നും പറയാനില്ല. 5 മിനിറ്റ് IDX മേലെ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് എൻട്രി കിട്ടിയില്ല. താഴെ നിന്ന് എൻട്രി എടുത്തതാണ്, ആ ടിപ്പിൽ തന്നെയാണ് എടുത്തതും. പക്ഷേ ഒരു ടിപ്പും കൂടി ഉണ്ടാക്കിയിട്ടാണ് പോയത്. എന്തായാലും സാരമില്ല, നോക്കാം.
ഇന്ന് വേറെ എൻട്രീസും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി രാവിലത്തെ ആ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണാം. രാവിലെ എടുത്ത ആ ഒരു ട്രേഡ് മാത്രം ഒരു ESL ആണ് ഇനി. പക്ഷെ മാർക്കറ്റിൽ നിന്ന് നല്ല അടിപൊളി എൻട്രി ഓപ്പർച്യൂണിറ്റീസും നല്ല എന്താ പറയുക ഹ്യൂജ് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നൊരു ട്രേഡാണ്. അതായത് ഓപ്ഷൻ ബയ്യർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ നല്ല മാർക്കറ്റൊക്കെ ആണ് ഇനി. പക്ഷേ നമുക്ക് കാര്യമില്ല. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് നല്ല രീതിയിൽ ഹ്യൂജ് മൊമെൻറ്റും താഴേക്കും വന്ന് പിന്നെ മേലേക്ക് വന്ന് പിന്നെ ഇവിടെ ഒരു ഹ്യൂജ് മൊമെൻറ്റ് വന്ന് പിന്നെ ഒന്ന് മേലെ കയറിയിട്ട് വീണ്ടും ഇവിടുന്നും നല്ല ഹ്യൂജ് മൊമെൻറ്റ് വന്നു. ഇവിടെയൊക്കെ നമ്മളെ ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു എൻട്രി എടുത്തിന്. പക്ഷെ അത് എന്തോ നമുക്ക് യോഗമില്ല, അത് പോയി. പിന്നെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് എൻട്രി കിട്ടിയതുമില്ല. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ ഒക്കെ മാർക്കറ്റിലാണ് ശരിക്കും ഭയങ്കര ഇമോഷണലി ഇതായി പോകും. അപ്പോൾ എനിക്കും നല്ല ഇമോഷണലി ഇതൊക്കെ ആവും. എത്ര എങ്ങനത്തെ ട്രേഡറാണെന്ന് പറഞ്ഞാലും നല്ല നല്ല മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഹ്യൂജ് മൊമെൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് പിടിക്കാനില്ലെങ്കിൽ ഇമോഷൻ. പക്ഷേ അതിലുള്ള ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ പ്രൊഫഷണൽ ട്രേഡറും മറ്റേ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഈ ഇമോഷണലി ഇത് വരുന്ന സമയത്ത് ഈ ഒരു മൂവ്മെൻറ്റ് മിസ്സായി, ഇവിടെ വേറൊരു മൂവ്മെൻറ്റ് മിസ്സായി, ഇവിടെ വേറെ ഇങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് മിസ്സായിട്ടും ഒരു എൻട്രി പോലും ഞാൻ എൻ്റെ സെറ്റപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തില്ല. അതായത് സെറ്റപ്പിന് അപ്പുറത്തേക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു SL എങ്ങനെയൊന്ന് കവർ ചെയ്തെങ്കിലും കിട്ടണം. ഇത്രയൊക്കെ മൂവ്മെൻറ്റ് വന്നിട്ട് ഒരു എൻട്രി പോലും ഒരു പച്ചയിൽ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിലും ഇതല്ലേ, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പച്ച എത്തിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരൊറ്റ ട്രേഡ് പോലും ഞാൻ എടുത്തില്ല. പ്രോപ്പർ എൻട്രി സെറ്റ് പ്രകാരം ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്ത് അത് കിട്ടി, അതെടുത്ത് അത് SL അടിച്ച് വീണ്ടും വൈകുന്നേരം വരെ പ്രോപ്പർ എൻട്രി സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ഒരു എൻട്രി സെറ്റ് പ്രകാരം എൻട്രി പിന്നെ കിട്ടിയതുമില്ല. അതുകൊണ്ട് ഒറ്റ ട്രേഡും എടുത്തതുമില്ല. അപ്പോൾ ഇതാണ് ശരിക്കും ട്രേഡിങ്ങിൽ മാസ്റ്റർ ചെയ്യേണ്ട കാര്യം. കുറേ കൊല്ലങ്ങളെടുത്തിട്ട് മാസ്റ്റർ ചെയ്തെടുത്തൊരു സംഭവമാണത്. ഡെയിലി മാർക്കറ്റിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പണ്ടൊക്കെ കുറേ ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവർ ട്രേഡിങ്ങിനൊക്കെ റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു മെൻ്റൽ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയത്. അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എൻട്രീസൊക്കെ പലതും മിസ്സായി പോകുക, അല്ലെങ്കിൽ ഇങ്ങനെ ടിപ്പിലൊക്കെ SL അടിച്ച് പോയാൽ അന്ന് ഫുൾ ഓവർ ട്രേഡ് ചെയ്യും. ഓവർ ട്രേഡ് ചെയ്തിട്ട് കുറേ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റൊന്നും കിട്ടിയില്ല അല്ല, ചിലപ്പോൾ നല്ല പ്രോഫിറ്റും കിട്ടും, ചിലപ്പോൾ നല്ല ലോസും വരും. പക്ഷേ ഓവറോൾ നോക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റിൽ എത്താനില്ല. ഓവർ ട്രേഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു 1-2 ദിവസം നല്ല വലിയ പ്രോഫിറ്റ് കിട്ടിയാൽ ആ പ്രോഫിറ്റ് മുഴുവൻ 10 മടങ്ങായിട്ട് മാർക്കറ്റ് തിരിച്ചാണ്ട് എടുത്തുകൊണ്ടു. അത് 100% ഗ്യാരണ്ടി ഉള്ളൊരു കാര്യമാണ്. ഓവർ ട്രേഡ് ചെയ്താൽ എന്തായാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടായൊന്നുമില്ല ഓവർ ട്രേഡ് ചെയ്താലും. പക്ഷേ ആ പ്രോഫിറ്റ് ഫുള്ള് മാർക്കറ്റ് അങ്ങോട്ട് തന്നെ തിരിച്ചെടുത്തുകൊണ്ടു. പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് വെച്ചിട്ട് എടുക്കുന്ന SL ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ആ SL ലിമിറ്റഡ് ആയിരിക്കും, വലിയ ലോസിലേക്ക് പോകില്ല. അതേപോലെ ടാർഗറ്റ് അടിക്കുന്ന സമയത്ത് ആ ടാർഗറ്റ് ഫുള്ള് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കാനും കഴിയും. അത് മാർക്കറ്റ് നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല, കാരണം നമ്മൾ വിചാരിക്കേണ്ട പ്രോഫിറ്റ് മാർക്കറ്റിന് കൊണ്ടുപോകാൻ കഴിയില്ല. ഷോർട്ട് ട്രേഡിങ്ങിൽ അങ്ങനെയല്ല. റൂൾസ് ഒന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാണ്ട് തോന്നി വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റൊക്കെ കിട്ടിയെന്ന്. പക്ഷേ ആ പ്രോഫിറ്റൊക്കെ 10 മടങ്ങായിട്ട് മാർക്കറ്റ് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് ഒന്ന് നോക്കി നോക്കാം. ലെവൽസൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. ഇന്നും നല്ല വൃത്തിയായിട്ടായിരുന്നു ലിക്വിഡിറ്റി ഏരിയ. ഇവിടെ ടാപ്പ് ചെയ്ത് കുത്തമേലേക്ക് മേലെ ടാപ്പ് ചെയ്ത് താഴേക്കൊന്ന്. അപ്പോൾ ഇനി നാളത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 50 മിനിറ്റിൻ്റെ ചാർട്ടാണ്. 50 മിനിറ്റിൽ മേലെ ഇവിടെ ഒരു ലെവലുണ്ട്. ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് ഒരു എൻട്രി നോക്കാം. താഴെ ഇനി അടുത്തൊന്നും ലെവലില്ലാന്നുണ്ട് എല്ലാ ലിക്വിഡിറ്റി ഏരിയയും ടാപ്പ് ചെയ്ത് അതിന് താഴേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്. സോ അതുകൊണ്ട് പഴയ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ഉണ്ടോ നോക്കി നോക്കാം. ഇനിയും ബാക്കോട്ട് പോകണം. അപ്പോൾ നമുക്ക് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈന് മാർക്ക് ചെയ്യേക്കാം. അത് ഈ ഒരു ലോനും താഴേക്കുള്ള ലെവൽസാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലൈനും താഴേക്കുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ലെവലുണ്ട്. ജസ്റ്റ് മാർക്കൊക്കെ ടാപ്പ് ചെയ്ത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. കളർ മാറ്റി കൊടുക്കാം, ഗ്രീൻ ആക്കി കൊടുക്കാം. ഇവിടെ ടാപ്പ് ചെയ്താൽ മേലോട്ടേ ആയിരിക്കും നോക്കാം. ഇനി അടുത്തൊരു ലെവലുള്ളത് ഇവിടെയാണ്, അതും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അടിയിലേക്കുള്ള 2 ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ലെവൽ ടാപ്പ് ചെയ്തില്ല, നമ്മൾ നേരത്തെ സംശയം പറഞ്ഞ ലെവൽ ടാപ്പ് ചെയ്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ മേലോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യുക. അപ്പോൾ മേലുള്ളൊരു ലെവൽ ഇതാണ്, താഴെ 2 ലെവൽസ് ഇത് രണ്ടാണ്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള 2 ലെവൽസ് ഇത് 2. ഇതിലധികം ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും നാളെ എൻട്രി നോക്കാം. അതല്ലെങ്കിൽ ഇന്ന് ഞാൻ മാർക്ക് ചെയ്ത പോലെ 5 മിനിറ്റിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അവിടുന്ന് ഒരു എൻട്രി കൺസിഡർ ചെയ്യും. ഓക്കെ, എന്തായാലും നോക്കാം. ഓക്കെ, ബൈ.